ഫ്രണ്ട്സ്, നമസ്കാരം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട് വ്യൂവിലുള്ള ഒരു ലിപ്പാണ് വരക്കാൻ പഠിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചിത്രം വരക്കുന്നത്. ആദ്യം ഒരു ഹോറിസോണ്ടൽ ലൈൻ വരക്കുക. ഞാനിപ്പോൾ സ്കെയിലൊന്നും ഉപയോഗിക്കാതെ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കെയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. അതിൻ്റെ സെൻറ്റർ ലൈൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിൻ്റെ മധ്യഭാഗത്തൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിപ്പിൻ്റെ ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ടുള്ള, സ്ട്രക്ചർ വരക്കാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ദെൻ ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യുക. ലൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് പിന്നീട് മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലൈൻസാണ്. അതുകൊണ്ട് വളരെ ലൈറ്റ് പ്രഷറിൽ മാത്രം വരക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കാൻ ഞാനിപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിൽ ബ്ലോക്കുകളാക്കി തിരിക്കുന്നുണ്ട്. അതേപോലെ തൊട്ടടുത്തും ഒരു സർക്കിൾ ഷേപ്പ് ചെയ്യുക. അതിൻ്റെ മേൽ ചുണ്ടിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസാണിത്. ബിഗിനേഴ്സിന് ആ ഒരു ഷേപ്പ് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ട് കട്ടായിട്ട് ചെയ്യുന്നത്. ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത്. ഇതേപോലെ ഷേപ്പുകളാക്കി തിരിക്കുക. ഒരു ഓവൽ ഷേപ്പ് പോലെ ചെയ്യുക രണ്ട് സൈഡിലും. ഇപ്പോൾ മേൽ ചുണ്ട് നമുക്കതിൻ്റെ ഹെൽപ്പോട് കൂടെ അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ദെൻ അതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യുക. എവിടം തൊട്ട് എവിടം വരെയാണ് അതിൻ്റെ ഷേപ്പ് വരുന്നതെന്നൊന്ന് മാർക്ക് ചെയ്യുക. ഇനി താഴത്തെ ലോവർ ലിപ്പിൻ്റെ ഭാഗം ഒന്ന് ഓവൽ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. താഴത്തെ ചുണ്ട് വരുന്നതിൻ്റെ ഏരിയ അത് കുറച്ച് വലുതായിരിക്കും, മേൽ ചുണ്ടിനേക്കാളും കുറച്ച് സൈസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് കുറച്ച് സൈസ് കൂട്ടി ഒരു ബ്ലോക്ക് ചെയ്തെടുക്കുക. ഓവൽ ഷേപ്പിൽ ബ്ലോക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചുണ്ടിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ഒന്നും വരയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇത് കറക്റ്റ് ചെയ്ത് അത് കണക്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഷേപ്പ് വരക്കാനായിട്ട് കഴിയും. നോക്കിക്കോ, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഭാഗം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ ഗൈഡ് ലൈൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്. കണ്ടില്ലേ? അവിടെ നിന്ന് ആ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ മേൽ ചുണ്ടിൻ്റെ ഷേപ്പ് വളരെ സിമ്പിളായിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മേൽ ചുണ്ടിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുറത്തെ ഭാഗം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വരച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് ഷേപ്പുകളാക്കി തിരിച്ചത് കൊണ്ട് സർക്കിൾ ഷേപ്പും ഓവൽ ഷേപ്പും ഞാനിപ്പോൾ വരച്ചെടുത്ത് അതിൻ്റെ മേലെ ആ മേൽ ചുണ്ടിൻ്റെ ഔട്ട്ലൈൻ ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം കൂടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ടൈം എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. ഇനി ലോവർ ലിപ്പ് വരക്കാനായിട്ട്, താഴത്തെ ചുണ്ട് വരക്കാനായിട്ട് ആ ബ്ലോക്കിൻ്റെ മേലെ സാവധാനം കണക്ട് ചെയ്ത് കൊണ്ടുവരിക. ലിപ്പിൻ്റെ ഷേപ്പ് കണക്ട് ചെയ്ത് വരക്കുക, ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ലിപ്പിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ നമ്മൾ ആ ബ്ലോക്കുകളാക്കി തിരിച്ചതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്? വളരെ സിമ്പിളായിട്ട് തന്നെ ആർക്കും ഈ ഒരു ഷേപ്പിൽ വരക്കാനായിട്ട് കഴിയും. ഇനി അൺവാണ്ടഡ് ഗൈഡ് ലൈൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം ഒഴിവാക്കാവുന്നതാണ്. ഞാൻ മായ്ച്ച് കളയുന്നുണ്ട്.
ഇനി ഷെയ്ഡിങ്ങിലേക്ക് കിടക്കാം. ഞാൻ 2B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ചെയ്യാനായിട്ട് 2B പെൻസിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ പെൻസിൽ പിടിക്കുന്ന രീതി ഒന്ന് നോക്കുക. പെൻസിൽ ഞാൻ കുറച്ച് താഴ്ത്തി എൻ്റെ കൈ മേലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ലൈറ്റ് പ്രഷറിലായിരിക്കും ഷെയ്ഡിങ് പോകുന്നത്. പെൻസിൽ ഒരിക്കലും താഴ്ത്തി പിടിക്കരുത്, അപ്പോൾ കട്ടിയിലായിരിക്കും പ്രഷർ പോകുന്നത്. അപ്പോൾ റിസൾട്ട് കിട്ടില്ല. ലൈറ്റ് പ്രഷറിൽ വേണം നമ്മൾ ഷെയ്ഡിങ് ആരംഭിക്കാനായിട്ട്. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യുക. സമയമെടുത്തുകൊണ്ട് ലൈറ്റായിട്ട് ആദ്യത്തെ ലെയർ ചെയ്യാം. ഇനി തൊട്ടിപ്പുറത്തായിട്ട് അതേപോലെ തന്നെ ചെയ്യാം. ലൈറ്റ് പ്രഷറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിലും ഷെയ്ഡിങ് ആവർത്തിക്കുക. അതിൻ്റെ എൻഡിങ് ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്കിലാണ് കാണുന്നത്. അവിടെ ഞാൻ കുറച്ച് ഡാർക്കിൽ ചെയ്തിട്ടുണ്ട് ചുണ്ടിൻ്റെ അറ്റത്ത്. ഇനി ലോവർ ലിപ്പിൽ താഴത്തെ ചുണ്ടിലും ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ലിപ്പിൻ്റെ കുറച്ച് താഴെ ഡാർക്ക് ടോൺ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ചുണ്ടിൻ്റെ താഴെയായിട്ട് ഒരു ടെക്സ്ചർ ഉണ്ടാവും. അതേപോലെ തന്നെ ഇനി അതിൻ്റെ സെൻറ്റർ ലൈൻ ലിപ്പിൻ്റെ മധ്യഭാഗത്ത് ഞാനിപ്പോൾ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു അതിൻ്റെ ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. 4B പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ അറ്റത്ത് ഞാൻ കുറച്ച് ഡാർക്കിൽ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ കറക്റ്റ് ചെയ്തെടുത്തു. 4B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ താഴത്തെ ഭാഗവും കറക്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ചുണ്ടിൻ്റെ താഴത്തെ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഉണ്ടാവും. ഇനി ഇപ്പോൾ ചെയ്ത ഷെയ്ഡിങ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിക്കാം. അതുമല്ല എങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. എങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രഷ് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ബ്രഷ് നിങ്ങൾ മേടിക്കുക. ബ്ലെൻഡിങ് പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് തന്നെ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ താഴത്തെ ചുണ്ടിൻ്റെ ഭാഗത്ത് അത്ര കട്ടിയിലുള്ള ലൈൻസിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ മായ്ച്ച് കളയുന്നുണ്ട്. അതിൻ്റെ കട്ടി കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് വേണ്ട ഭാഗത്തായിട്ട് ലൈറ്റ് ടോൺ വേണ്ട ഭാഗത്ത് ഞാൻ ഇറേസർ കൊണ്ട് മായ്ച്ച് കളയുന്നുണ്ട്. പേപ്പർ വൈറ്റ് വിസിബിളാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫീല് കിട്ടും ചിത്രത്തിന്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. ഞാനിപ്പോൾ സാധാ ഇറേസറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇനി
ആ ചുണ്ടിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ഡാർക്ക് ടോൺ വേണ്ട ഭാഗത്ത് ഞാൻ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയും ഞാൻ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ചിത്രത്തിലാകെ 2B പെൻസിലും 4B പെൻസിലും മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ചിത്രം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് പോവാം. ഈ ഒരു ഭാഗം ഇനി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഷേപ്പ് ഞാൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് തന്നെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരാൻ കഴിയും. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഷാർപ്പൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അതുപോലെ തന്നെ ചെയ്തത്. നിങ്ങൾ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഐഡിയ ആണ് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ലിപ്പ് വരയ്ക്കാമെന്നുള്ള ഒരു ഐഡിയ മാത്രമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡ്രോയിങ്ങിലേക്ക് നമ്മൾ സാവധാനം വരുന്നതായിരിക്കും. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്. ഈ ഒരു ഡ്രോയിങ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കംപ്ലീറ്റഡ് എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സോ ആക്ഷൻസ് എടുക്കുക, മുമ്പോട്ട് പോവുക.